അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ട്രേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് പ്ലേ സ്റ്റോറിൽ പോവാം. പ്ലേ സ്റ്റോറിൽ പിൻട്രസ്റ്റ് എന്നുള്ള ആപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? എല്ലാവർക്കും പിൻട്രസ്റ്റ് എന്നുള്ള ആപ്പ് അറിയായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ പിൻട്രസ്റ്റ് എന്നുള്ളത് അടിച്ചു കൊടുക്കുക. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പിൻട്രസ്റ്റ് എന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത കാരണമാണ് അപ്ഡേറ്റ് എന്ന് കാണിക്കുന്നത്. അപ്പോൾ അത് ഇൻസ്റ്റാൾ എന്ന് വരുമ്പോൾ നമ്മളത് പ്രസ് ചെയ്യുക. അപ്പോൾ അത് ഇൻസ്റ്റാൾ ആയിക്കോളൂ കേട്ടോ. ഇൻസ്റ്റാൾ ആയതിന് ശേഷം നമുക്ക് ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചതിന് ശേഷം പേപ്പർ കോപ്പി ആപ്പ് സെർച്ച് പ്രസ് ചെയ്യാം. എന്നിട്ട് പേപ്പർ കോപ്പി ആപ്പ് നമുക്ക് ട്രേസ് ചെയ്യാനായിട്ടാണ് പേപ്പർ കോപ്പി ആപ്പ്. അപ്പോൾ പേപ്പർ കോപ്പി ആപ്പ് എന്ന് അടിച്ചാൽ ഈ ഒരു ചിഹ്നം ഉണ്ടല്ലോ, ഇതാണ് കേട്ടോ പേപ്പർ കോപ്പി ആപ്പിൻ്റെ ചിഹ്നം. അത് ശ്രദ്ധിക്കണേ. എന്നിട്ട് അതും ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഫോണിൽ, അതുകൊണ്ടാണ് അത് കാണാത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പോൾ ഇത് രണ്ടും ഇൻസ്റ്റാൾ ചെയ്തല്ലോ. ഇനി നമുക്ക് വേണ്ട പിക്ചർ സെലക്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് പിൻട്രസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്തെടുക്കുക. എന്നിട്ട് എന്താണോ നമുക്ക് വേണ്ടത്, ഇപ്പോൾ ബേഡ്സ് ആണോ ഫ്ലവേഴ്സ് ആണോ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും എന്താണെങ്കിലും നമുക്കിത് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്ലവേഴ്സാണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലവേഴ്സിന് അടിച്ചപ്പോൾ ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് കണ്ടോ, ഒരുപാട് ഫ്ലവേഴ്സ് വരാം. അപ്പോൾ നമുക്കിതിൽ ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഈ മീതത്തെ ഈ ഒരു ഫ്ലവറാണ് സെലക്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്ലവറിൻ്റെ മീതെ കണ്ടില്ലേ ഒരു 3 ഡോട്ട്, ആ ഒരു ഡോട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഡൗൺലോഡ് ഇമേജ് എന്ന് കാണിക്കും. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ആവും കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഗാലറിയിലായിരിക്കും അത് വന്ന് കിടക്കുക. അപ്പോൾ നമുക്ക് ബാക്ക് അടിച്ചിട്ട് നോക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ഫ്ലവറിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് നമുക്ക് സ്ക്രോൾ ചെയ്താൽ കിട്ടും കേട്ടോ. കണ്ടില്ല ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ അവിടെ ഒരു കണ്ടില്ല ഒരു ക്യാമറയുടെ ഒരു ബട്ടൺ, ആ ബട്ടൺ പ്രസ് ചെയ്താൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള സെയിം ആയിട്ടുള്ളൊരു കുറേ ഫ്ലവേഴ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്ലവറാണോ വേണ്ടത്, എന്താണോ വേണ്ടത് വെച്ചാൽ അത് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. പിന്നെ ബാക്ക് അടിക്കാം. ഇനി നമുക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് പോയി ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ഈ അതേഴ്സ് എന്ന് കണ്ടില്ലേ നമ്മൾ ഗാലറിയിൽ ഉണ്ടാവും കേട്ടോ. അതേഴ്സിൽ പിൻ എന്ന് പറഞ്ഞാൽ കണ്ട പിൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഈ ഒരു പിക്ചർ ഉണ്ടാവും കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് നമ്മുടെ ഈ ഗാലറിയിൽ ഉണ്ടാവും കേട്ടോ. ഇനി ബാക്ക് അടിക്കുക. ഇനി പേപ്പർ കോപ്പി ആപ്പ് എടുക്കാം. പേപ്പർ കോപ്പി ആപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചത് ഇതിലുണ്ടാവും കണ്ടോ. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് സൂം ചെയ്തെടുക്കുക. അപ്പോൾ അതായത് ഈ ഫ്ലവറിൻ്റെ സൈസ് വലുതാക്കി കൊടുക്കുക, ചെറുതാക്കി കൊടുക്കുക, അതുപോലെ റൊട്ടേറ്റ് ചെയ്യുക. ഏത് ഡയറക്ഷനിലേക്കാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഈ സൈഡിൽ കണ്ടില്ലേ ബട്ടൺ കുറച്ച് ഇത് കണ്ടില്ലേ അടയാളം, അത് ഞാൻ സൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സൈഡിൽ ഒരു ലോക്ക് ബട്ടൺ കണ്ടില്ലേ, അതൊന്ന് പ്രസ് ചെയ്താൽ അതവിടെ ലോക്കായി, അപ്പോൾ ഇളകി പോവില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രേസ് ഇതിൻ്റെ മീതെ വെച്ചിട്ടാണ് ട്രേസ് എടുക്കേണ്ടത്. അത് ഞാൻ കാണിച്ചു തരാം. നമ്മളുടെ ഫോണിൻ്റെ സൈഡിൽ ഒരു സൗണ്ട് ബട്ടൺ ഉണ്ടാവും, അത് പ്രസ് ചെയ്താൽ ഇത് അൺലോക്ക് ആവും. അപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമ്മൾ സൈസ് വലുതാക്കുന്നതും ചെറുതാക്കുന്നതും സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് വലുതാക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ട്രേസ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് പിൻട്രസ്റ്റ് ആപ്പ് എടുക്കേണ്ടതെന്നും അതുപോലെ പേപ്പർ കോപ്പി ആപ്പൊക്കെ മനസ്സിലായില്ലേ. ഇനി നമുക്കത് ട്രേസ് എടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ട്രേസിങ് പേപ്പറാണ് കേട്ടോ. ഇത് കുറച്ച് കട്ടിയുള്ള പേപ്പറാണ്. അതുപോലെ ഇത് കട്ടി കുറഞ്ഞ ബട്ടർ പേപ്പർ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഇത് ഭയങ്കര തിന്നാണ്. ഇതിൽ നമുക്ക് ട്രേസ് എടുക്കാൻ പറ്റില്ല, പെട്ടെന്ന് കീറിപ്പോവും. ഇത് കുറച്ചും കൂടി കട്ടിയുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഇതിനേക്കാളും കുറച്ചും കൂടിയും കട്ടിയുള്ള ഇത് നല്ലൊരു പേപ്പറാണ് കേട്ടോ. ട്രേസിങ് പേപ്പറാണ്, കീറിപ്പോവില്ല. നമുക്കിതിൽ നല്ല ട്രേസ് ചെയ്യാനായിട്ട് പറ്റും. കുറച്ചും കൂടി കട്ടിയുള്ള പേപ്പറാണ്. ഇതിന് കുറച്ചും കൂടി റേറ്റ് കൂടുതലാണ് കേട്ടോ. 5 രൂപ എങ്ങാണ്ടാണ് വരുന്നത്. അപ്പോൾ ഇത് പേപ്പറിനെ കുറിച്ച് മനസ്സിലായില്ലേ. ഇങ്ങനെ 3 ടൈപ്പ് പേപ്പേഴ്സാണ് ഉള്ളത്. ഇനി നമുക്ക് ട്രേസ് ചെയ്യണം അല്ലേ. ട്രേസ് ചെയ്യാനായിട്ട് പേപ്പർ കോപ്പി ആപ്പ് എടുക്കാം. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മുടെ ഈ ഒരു ഗാലറിയിൽ ഉണ്ടാവും. അപ്പോൾ ഏത് പേപ്പർ ഇതാണോ വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം സൈസ് സെറ്റ് ചെയ്യുക. എന്നിട്ട് സൈഡിലുള്ള ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ ലോക്ക് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ ഇതിൻ്റെ നമ്മൾ ഈ ഒരു ഫോണിൻ്റെ സൈഡിൽ സൗണ്ട് ബട്ടൺ കണ്ടില്ലേ, അതൊന്ന് പ്രസ് ചെയ്താൽ അത് അൺലോക്ക് ആവും കണ്ടില്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും ട്രേസ് ചെയ്യുമ്പോൾ ലോക്ക് ചെയ്തിട്ട് വേണം ട്രേസ് ചെയ്യാൻ. അതുപോലെ തന്നെ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏത് സൈസിലാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് സ്ക്രീനിലൊന്ന് ടച്ച് ചെയ്തിട്ട് സൂം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സൈസ് സെലക്ട് ചെയ്തതിന് ശേഷം ലോക്ക് ചെയ്തിടുക. നമുക്കിത് ട്രേസ് ചെയ്യാം. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് ക്ലോത്തിലേക്ക് ട്രേസ് ചെയ്യുന്ന മെത്തേഡാണ് ഇങ്ങനെ കേട്ടോ.
പക്ഷേ ഇത് ശരിയായൊരു മെത്തേഡല്ല, ജസ്റ്റ് ഞാൻ കാണിച്ചു തന്നെന്നുള്ളൂ. പിന്നെ ഇത് ഞാൻ പുറത്ത് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് കാണാത്തത് കേട്ടോ. ഇതുപോലെ ഡയറക്റ്റായിട്ട്, അപ്പോൾ നമുക്ക് കാർബൺ പേപ്പറൊന്നും ഇല്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് ട്രേസ് ചെയ്യാം. പക്ഷേ അത് ശരിയായ മെത്തേഡല്ല കേട്ടോ. നമ്മൾ ട്രേസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ട്രേസിങ് പേപ്പറിൻ്റെ അടിയിൽ ഇതുപോലെ ഫോൺ വെച്ച് കൊടുക്കുക, അതിന് ശേഷം ഇതുപോലെ വരച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു പുറത്ത് വെച്ചിട്ട് വീഡിയോ എടുക്കുന്നത് കാരണമാണ് ക്ലിയർ ഇല്ല, കാണാത്ത കേട്ടോ. നമ്മൾ അകത്ത് വെച്ചിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫോണിൻ്റെ ആ ഒരു ലൈറ്റിൽ ട്രേസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ട്രേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടിട്ട് വേണം ട്രേസ് ചെയ്യാനായിട്ട്. ഞാൻ അകത്ത് വെച്ച് ഞാൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലാരിറ്റി കുറയും, അതുകൊണ്ടാണ് പുറത്ത് വെച്ച് എടുക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഇതേപോലെ ട്രേസ് ചെയ്യുക. ഇതൊരു സ്മോൾ സൈസാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ. ഇനി ഇതിലും ചെറിയ സൈസിലുള്ള ഫ്ലവർ വേണമെങ്കിൽ നമുക്ക് ആ ഒരു ലോക്ക് ബട്ടൺ, സൈഡിലുള്ള സൗണ്ട് ബട്ടൺ പ്രസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഫ്ലവറിനെ, പിക്ചറിനെ ഒന്ന് ചെറുതാക്കി കൊടുക്കുക, ലോക്ക് ചെയ്തിട്ട് വീണ്ടും ട്രേസ് ചെയ്യാം. കണ്ടോ, ഇനി സൈഡ് ബട്ടൺ പ്രസ് ചെയ്യാം. കണ്ടോ, ഇത് നമുക്ക് കുറച്ച് വലിയൊരു സൈസിലാണ് വരയ്ക്കേണ്ടതെന്നുണ്ടെങ്കിൽ എത്ര സൈസിൽ വേണോ അതുപോലെ വലുതാക്കി കൊടുക്കുക, എന്നിട്ട് ലോക്ക് ചെയ്തിടുക. ലോക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു പേപ്പറിൽ എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ സ്ക്രീനിൽ ഫുള്ളായിട്ട് നമ്മുടെ പിക്ചർ ഇത് ആ ഒരു ഫ്ലവർ ഇല്ല കേട്ടോ. അപ്പോൾ സൈഡ്സ് വലുതാക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫോണിൽ ചെയ്യാം എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. അപ്പോൾ ഏത് വരെയാണോ അതുവരെ നമ്മൾ വരച്ച് കൊടുക്കുക. സൈസ് എത്രത്തോളം വലുതാക്കുന്നോ അത്രയും നമുക്ക് ചെയ്യാനായിട്ടൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ബ്ലൗസിലൊക്കെ ഡിസൈൻ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ തന്നെയാണ്, സൈസ് വലുതാക്കി കൊടുക്കുക. എന്നിട്ട് എത്ര ഭാഗത്തിൽ നിങ്ങൾ വരച്ചോ അത് വരച്ചതിന് ശേഷം സൈഡ് ബട്ടൺ അമർത്തുക. എന്നിട്ട് ഇതേ സൈസ് കുറയ്ക്കരുത് കേട്ടോ, സൈസ് കറക്റ്റായിട്ട് തന്നെ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് നീക്കി കൊടുക്കുക, ലോക്ക് ഇട്ട് കൊടുക്കുക. ലോക്ക് ഇടാൻ മറക്കരുതേ. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗങ്ങൾ ഇതുപോലെ വരച്ചെടുക്കുക. ഇതൊന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇനി അൺലോക്ക് ചെയ്യുക. അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് ഇത് ട്രേസ് ചെയ്തതെന്നുള്ളത്. നമുക്ക് ഈ ഒരു പേപ്പറിൽ ട്രേസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ, കീറിപ്പോവില്ല. നമുക്ക് ക്ലോത്തിലേക്ക് എങ്ങനെയാണിത് ട്രേസ് ചെയ്യാന്നുള്ളതും കൂടി നോക്കാം. അപ്പോൾ ക്ലോത്ത് വെക്കുക, അതിൻ്റെ മീതേക്ക് കാർബൺ പേപ്പർ വെക്കുക. യെല്ലോ കാർബൺ, വൈറ്റ് കാർബണൊക്കെ ഉണ്ടാവും കേട്ടോ, അത് വെച്ച് കൊടുക്കുക. ബ്ലൂ കാർബൺ എടുക്കരുതേ, അത് നമ്മൾ ആ ഒരു ബ്ലൂ കളറ് നമ്മുടെ ആ ഒരു ക്ലോത്തിൽ വരും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ബ്ലൂ കളർ കാർബൺ പേപ്പർ യൂസ് ചെയ്യരുത്. ഇനി ഒരു പിക്ചറിൻ്റെ മീതെ കൂടെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വരച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ വരയ്ക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു ട്രേസിങ് പേപ്പറാണ് ഇത് കേട്ടോ. ഇനിയിപ്പോൾ എഴുതാത്ത പെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അതുകൊണ്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വീണ്ടും ഈ വരച്ചതിൻ്റെ മീതെ കൂടെ ഒക്കെ വരയ്ക്കുമ്പം ആ ഒരു കളറ് വീഴില്ലല്ലോ. വളരെ സ്ലോ ആയിട്ട് വേണം വരയ്ക്കാനായിട്ട്. അത് വീഡിയോയിൽ സ്പീഡ് കൂട്ടിയിട്ടുള്ളതാണ്. കണ്ടോ, നമ്മൾ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ക്ലോത്തിൽ കണ്ടില്ലേ നമ്മൾ വരച്ചത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രേസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രേസിങ് പേപ്പറാണ് ട്രേസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.